നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ദേശീയപാതയിൽ മുല്ലക്കര ഭാഗത്ത് ഡിവൈഡറുകൾ അടച്ചുകെട്ടിയതിൽ മണ്ണത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. തൃശൂർ ഒബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി നവംബർ 26-ന് ക്യാൻസർ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. സാധാരണക്കാരുടെ വിമോചന സ്വപ്നങ്ങളുടെ അക്ഷരരൂപമാണ് ഇന്ത്യയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ശിവഗിരി മഠത്തിന്റെ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ഡേവിസ് ചിറമലച്ചന് യാത്രയയപ്പ് നൽകി. വാർത്തകൾ വിശദമായി. ബദൽ സംവിധാനം ഒരുക്കാതെ ദേശീയപാത മുല്ലക്കരയിലെ ഡിവൈഡറുകൾ അടച്ചുകെട്ടിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാലയും ഒപ്പുശേഖരണവും നടത്തി. മുല്ലക്കര ഡോൺ ബോസ്കോ സ്കൂൾ പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 6-വരിപ്പാത നിർമ്മാണത്തിന്റെ സർവേ നടക്കുന്ന സമയത്ത് തന്നെ മുളയം റോഡിൽ അടിപ്പാതയും ഡോൺ ബോസ്കോ സ്കൂളിന്റെ മുൻപിൽ ആകാശപാതയും നിർമ്മിക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും എന്നാൽ ഇതുവരെയും ദേശീയപാത അതോറിറ്റിക്ക് പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വ്യക്തമായ പ്ലാനുകൾ ഇല്ലാതെയും പദ്ധതികൾ ഇല്ലാതെയുമാണ് ദേശീയപാത അതോറിറ്റി ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നതെന്നും സ്കൂൾ പരിസരത്ത് വളരെ അപകടകരമായ അവസ്ഥയിലാണ് കുട്ടികൾ റോഡ് കുറുകെ കടക്കുന്നതെന്നും MP വിൻസെന്റ് പറഞ്ഞു. ആളുകൾ മരിച്ചാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന അവസ്ഥ മാറ്റണമെന്നും നാടിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെ പൊതുജനങ്ങളെ മുന്നിൽ നിർത്തി സമരം ശക്തമാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MP വിൻസെന്റ് പറഞ്ഞു. പ്രതിഷേധ സമരത്തിന് ഫാദർ ബാബു മാണശ്ശേരി, ഫാദർ KD ജോസഫ്, ഫാദർ ജിതിൻ ചക്കിമംഗലത്ത്, ടിറ്റോ തോമസ്, ബേബി പാലോലിക്കൽ, സഫിയ ജമാൽ, ആനി ജോർജ്, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. We want skywalk. We want skywalk. We want skywalk. We want skywalk. നമുക്കറിയാം NH എത്രയോ നാളുകളായി NHന്റെ പ്രവർത്തനം നടക്കുന്നു. ഇതുവരെയും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാനും കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനും കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വർഷമായിട്ട് പോലും ഈ ഹൈവേ നമുക്ക് ഒരു മാരകമായ ആപത്തായി മാറിയിരിക്കുക. നമ്മളെല്ലാം സ്ഥലം വിട്ടുകൊടുത്തു. നമ്മളൊരു ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് വികസനം ഉണ്ടാകണമെന്നതിൻ്റെ ഭാഗമായി നമ്മളെല്ലാം സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തിട്ടും ഇനി നമ്മുടെ മക്കളെ പോലും കുരുതി കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് പോകുന്ന ഒരു പ്ലാനില്ലാത്ത പരിപാടിയും പദ്ധതിയുമാണ് NH നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ സമരമാണ്. ഇവിടെ കൊച്ചുകുട്ടികളായിട്ടുള്ള ചെറിയ വിദ്യാർത്ഥികൾ മുതൽ വലിയ വിദ്യാർത്ഥികൾ വരെ ഈ റോഡ് മുറിച്ച് കിടക്കേണ്ട അവസ്ഥ. അതൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ആ ഓപ്പണിംഗ് ഇപ്പോൾ പെട്ടെന്ന് ആരും അറിയിക്കാതെ തന്നെ അടച്ചുകൊണ്ടി. ഇത് വളരെ മുമ്പ് നേരത്തെ മുത്ത് പറഞ്ഞതുപോലെ വളരെ മുമ്പ് ഇതിൻ്റെ ആരംഭ ദശയിൽ തന്നെ ഞങ്ങൾ ഈ ആപത്തുകൾ, ഈ ബുദ്ധിമുട്ടുകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇവിടെ വളരെ പ്രധാനമായും മുളയത്തിന് അടിപ്പാത വേണം, അതുപോലെ ഇവിടെ ഒരു സ്കൈ വാക്ക് വേണം. ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വരേണ്ട കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് അതാത് സമയങ്ങളിൽ വരുന്ന MLA-മാരായാലും അല്ലെങ്കിൽ മുനിസിപ്പൽ അതിർത്തിയിലുള്ളതായാലും മറ്റ് പൊതുജനങ്ങളായാലും ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും എല്ലാവരും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാലൊന്നും ആലോചിക്കാതെ നമുക്കറിയാം, ഇന്ന് പത്രം വായിച്ചപ്പോൾ നമ്മുടെ ചങ്ക് ഇടറിയ സംഭവമാണ്. ചെറുപ്പക്കാരനടുത്ത് മരണപ്പെട്ട സംഭവം. ആ ഒരു അത്തരത്തിൽ പോലെ തന്നെ പുതുക്കാടും മണ്ണുത്തിയിലും നടത്തറയിലും തൊട്ടപ്പുറത്ത് ഇവിടെ തന്നെ മുടിക്കോടുമൊക്കെ തന്നെ ദിവസങ്ങളെന്നോണം എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നു. ഇത്രയും ആളുകൾ മരിച്ചാൽ മാത്രമേ കണ്ണു തുറക്കൂ എന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഈ കുട്ടികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അധികം പ്രസംഗിക്കാനില്ല. ഈ പ്രവൃത്തി നടപ്പിലാക്കാൻ അത് എന്ന് നടപ്പിലാക്കുന്നു അതുവരെ സമരമായി മുന്നോട്ട് പോകും. ഇത് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ, ഇവിടുത്തെ കാർന്നവന്മാരുടെ, ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഒറ്റ.
മുല്ലക്കര പ്രദേശത്തുള്ള ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ദേശീയപാത കുറുകെ കടക്കണമെങ്കിൽ ഇപ്പോൾ വേലിച്ചാട്ടം പഠിക്കേണ്ട അവസ്ഥയാണ്. മുല്ലക്കരയിലെ ദേശീയപാത അടച്ചുകെട്ടിയതാണ് ജനങ്ങൾക്ക് പൊല്ലാപ്പായി മാറിയത്. മുല്ലക്കര ഡോൺ ബോസ്കോ സ്കൂളിന് മുൻവശത്താണ് ബദൽ സംവിധാനം ഒരുക്കാതെ ദേശീയപാത ഉദ്യോഗസ്ഥർ ദേശീയപാത അടച്ചുകെട്ടിയത്. ഇത്തരത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചതോടെയാണ് ജനങ്ങൾക്ക് ദേശീയപാത കുറുകെ കടക്കാൻ കഴിയാതെയായത്. മുല്ലക്കര പ്രദേശത്തുള്ളവർക്ക് റോഡ് കുറുകെ കടക്കാൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ്. സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഏറെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഏറെ വാഹന തിരക്കുള്ള ദേശീയപാതയിൽ വിദ്യാർത്ഥികൾ റോഡ് മുറിഞ്ഞു കടക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥയിലാണ്. രാവിലെയും വൈകിട്ടും സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ റോഡിൽ നിന്നാണ് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മറുവശത്ത് എത്തിക്കുന്നത്. ഈ പ്രദേശത്തുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് സുരക്ഷിതമായി റോഡ് മുറിഞ്ഞു കടക്കാനുള്ള ആകാശപാത എന്ന സ്വപ്നം. അതൊന്നും അധികാരികൾ കണ്ട ഭാവം നടിക്കുന്നില്ല. നിരന്തരം അപകടമുണ്ടാകുന്ന ഈ പ്രദേശത്ത് സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കണമെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലായ ഫാദർ ബാബു മാണിശ്ശേരി പറയുന്നത്. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നമ്മുടെ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ പരിസര പ്രദേശത്തുള്ള ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ച് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഹൈവേ ക്രോസ് ചെയ്യുവാൻ വേണ്ടി ഉണ്ടായിരുന്ന ചെറിയൊരു വഴി ആരെയും അറിയിക്കാതെ അത് ക്ലോസ് ചെയ്യുകയും ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഞങ്ങൾക്കതല്ല പ്രധാനം. കുട്ടികൾക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ടും ഇവിടുന്ന് അപ്പുറത്തോട്ടും കടക്കുവാനുള്ള നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യാനുള്ള നടപ്പാത, ആകാശ നടപ്പാത ഉടനെ നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പുറത്തുള്ള പ്രദേശവാസികൾ ഡോൺ ബോസ്കോയിലേക്ക് വരുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്ഷ മാനിച്ചുകൊണ്ട് അവർ ഒത്തിരി പേർ ഈ കാലഘട്ടത്തിനുള്ളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചിലർ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 1-2 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശവാസികൾ. ഈ സന്ദർഭമനുബന്ധിച്ച് പ്രത്യേകിച്ച് അധികാരികൾ പറയാനുള്ളത്, ഞങ്ങൾ എല്ലാവിധ രീതികളും കത്തിടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ യാഥാർത്ഥ്യമാകുവാനുള്ള ഈ നടപ്പാത എത്രയും വേഗം നടപ്പാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നവംബർ 1 കേരളപ്പിറവിയുടെ ആഘോഷങ്ങൾ നടക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് സർജറി വിഭാഗം അത്യാഹിത വിഭാഗത്തിൽ സാധാരണമായ ഒരു പ്രഭാതം, തിരക്ക് കുറവുള്ള ഒരു സമയം. ഇടതു തോളലിന് താഴെ ആഴത്തിൽ കുത്തേറ്റ് രക്തം വാർന്നൊഴുകുന്ന ഒരു യുവാവിനെ ആംബുലൻസിൽ നിന്നും അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി. പാലക്കാട് നിന്നും വന്ന 25-കാരനായ ഒരു ആദിവാസി യുവാവായിരുന്നു അത്. ഹൃദയത്തിൽ നിന്നും നേരിട്ട് പുറപ്പെടുന്ന ധമനിക്ക് ക്ഷതം പറ്റി രക്തം ചീറ്റിയൊഴുകുന്നു. മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള നേർത്ത നൂൽപ്പാലത്തിൽ ഒരു ജീവൻ. അത്യാഹിത വിഭാഗം ആകെ ഉണർന്നു. മുതിർന്ന ഡോക്ടർമാരടക്കം എല്ലാവരും രംഗത്തെത്തി. ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ രോഗിയെ അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. തഴക്കം ചെന്ന ഡോക്ടർമാർക്കടക്കം അതിസങ്കീർണമായ ഒരു സാഹചര്യമാണ് മുന്നിലുണ്ടായിരുന്നത്. ഹൃദയത്തോട് വളരെ അടുത്തു കിടക്കുന്ന ഈ ധമനി കണ്ടെത്തുക എന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് എന്നിരിക്കെ രക്തം കുതിച്ചൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ ശ്രമകരമായി മാറി. ഈ ധമനിയോട് ചേർന്ന് കിടക്കുന്ന നാഡീവ്യൂഹത്തിന് ക്ഷതമേൽക്കാതെ ഈ ധമനി കണ്ടെത്തി തുന്നിച്ചേർക്കുക എന്നതും മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെറുതായെങ്കിലും പരാജയപ്പെട്ടാൽ രക്തം വാർന്ന നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാം, അല്ലെങ്കിൽ ഇടതു കൈയുടെ ചലനം തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നതായിരുന്നു ഭീകരമായ അവസ്ഥ. 2 സർജറി യൂണിറ്റുകളുടെ മേധാവിമാരായ ഡോക്ടർ സി രവീന്ദ്രൻ, ഡോക്ടർ ഹരിദാസ്, സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ, ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ പ്രവീൺ, അനസ്തേഷ്യ പ്രൊഫസർ ഡോക്ടർ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർ പാർവതി, ഡോക്ടർ നാജി, ഡോക്ടർ അഞ്ജലി, ഡോക്ടർ സിജു, ഡോക്ടർ അഞ്ജന തുടങ്ങിയ ഒരു സംഘം ഡോക്ടർമാരും നഴ്സിംഗ് ഓഫീസർമാരായ അനു, ബിൻസി എന്നിവരും ചേർന്നുള്ള ഭഗീരഥ പ്രയത്നമായിരുന്നു പിന്നീട്. മുറിവേറ്റ ധമനിക്കുമേൽ വിരലുകൾ കൊണ്ട് മർദ്ദം ചെലുത്തി രക്തസ്രാവം നിയന്ത്രിച്ചു നിർത്തുകയും അതേസമയം നിമിഷാർദ്ധങ്ങൾ കൊണ്ട് നെഞ്ചെല്ല് തുറക്കുകയും ചെയ്തപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു. അടുത്തതായി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ധമനിയെ തുന്നിച്ചേർക്കുക എന്ന കഠിനമായ ദൗത്യമായിരുന്നു. അതും വിജയകരമായി പൂർത്തിയാക്കി. അങ്ങനെ 3 മണിക്കൂർ നീണ്ട ഒരു യജ്ഞത്തിനൊടുവിൽ ആ യുവാവിനെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി. അതിനുശേഷം സങ്കീർണമായ 20 ദിവസം ചികിത്സ നൽകി. S4 യൂണിറ്റ് ടീമും പോസ്റ്റ് ഗ്രാജുവേറ്റ് റെസിഡൻസ് ടീമും പ്രിൻസിപ്പൽ ഡോക്ടർ അശോകനും
വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ KB, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക, ഡെപ്യൂട്ടി സൂപ്രണ്ട് PV സന്തോഷ്, RMO ഡോക്ടർ UA ഷാജി, ARMO ഡോക്ടർ ഷിബി എന്നിവർ ഭരണപരമായ ഏകോപനം നൽകി. 20 ദിവസങ്ങൾക്കിപ്പുറം മറ്റൊരു പ്രഭാതത്തിൽ രോഗി ലോകത്തെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജും അവിടുത്തെ ആതുര സേവകരും അഭിമാനപൂർവ്വം അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്നു. ഏതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കിടപിടിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങളും കഴിവുറ്റ ചികിത്സാ വിദഗ്ധരും നൽകുന്ന നിസ്തുലമായ സേവനങ്ങളുമായി തൃശൂർ മെഡിക്കൽ കോളേജ് അതിന്റെ 45 വർഷം പൂർത്തിയാക്കുകയാണ്. തൃശൂർ ഒബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി നടത്തുന്ന വാക്കത്തോൺ നവംബർ 28 വൈകിട്ട് 3 മണിക്ക് തൃശൂർ നായ്ക്കനാൽ പരിസരത്ത് നിന്നും ആരംഭിച്ച് തെക്കേ ഗോപുരനടയിൽ അവസാനിക്കുന്നു. 1000-ഓളം വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും വാക്കത്തോണിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. DMO ഡോക്ടർ ശ്രീദേവി ഫ്ളാഗ് ഓഫ് ചെയ്യും. വാക്കത്തോൺ തെക്കേ ഗോപുരനടയിൽ സമാപിക്കും. സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോൻ, ഡോക്ടർ മിനി, സിനിമാ താരം ശ്രുതി ജയൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. 9 മുതൽ 15 വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾക്ക് നൽകേണ്ടുന്ന HPV വാക്സിനിലൂടെ ഗർഭാശയഗള ക്യാൻസർ 90% വരെ പ്രതിരോധിക്കാനാകും. ഇന്ത്യയിലെ സ്ത്രീകളിൽ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന സ്തനാർബുദവും ഗർഭാശയഗള ക്യാൻസറും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കലാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏർലി ഡിറ്റക്ഷൻ സേവ്സ് ലൈഫ്സ് എന്നതായിരിക്കും ആപ്തവാക്യമെന്നും ടോക്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ബിന്ദു മേനോൻ, ഡോക്ടർ ശ്യാമ ദേവദാസ്, ഡോക്ടർ M. വേണുഗോപാൽ, ഡോക്ടർ ഗീത MP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണ മനുഷ്യരുടെ വിമോചന സ്വപ്നങ്ങളുടെ അക്ഷരരൂപമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. മോദി സർക്കാരിന് കീഴിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ഗുരുതരമായി കാണണം. അതിനെതിരായ പോരാട്ടങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാമൂഹിക നീതിയെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ രാജ്യത്ത് അടിയന്തരമായി ഒരു സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. UDF തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KM ഷാജിക്കെതിരെ പിണറായി സർക്കാരും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി കെട്ടിച്ചമച്ച കള്ളക്കേസ് അധികാര ദുർവിനിയോഗത്തിന്റെ മകുടോദാഹരണമാണെന്നും ഇത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് ഭരണഘടനയുടെ വിജയമാണെന്നും VT ബൽറാം പറഞ്ഞു. ജില്ലാ കൺവീനർ KR ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ CH റഷീദ്, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, CA മുഹമ്മദ് റഷീദ്, PM ഏലിയാസ്, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസഫ് ടാജറ്റ്, ജോൺസൺ കാഞ്ഞിരത്തിങ്ങൽ, B ശശിധരൻ, ജോസഫ് ചാലുശ്ശേരി, ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത്, രാജേന്ദ്രൻ അരങ്ങത്ത്, തോമസ് മാസ്റ്റർ, KN പുഷ്പാങ്കദൻ, KH ഉസ്മാൻ ഖാൻ, ഹാറൂൺ റഷീദ്, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏതെങ്കിലും കാലത്ത് ഈ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് പുറത്തു വരും, ഒരു സ്വതന്ത്ര രാജ്യമാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഈ രാജ്യത്തെ ഓരോ പൗരനും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ത്യയുടെ ഭരണഘടന. ജപ്പാനിൽ നിന്നുള്ള പ്രശസ്ത കരാട്ട ആചാര്യനും ഇതിഹാസ താരവുമായ ഷുസെക്കി ഷിഹാൻ മസാവോ കഗാവയെ സ്വാഗതം ചെയ്യാൻ ഷോട്ടോജുക്കു ഇന്ത്യ ഒരുങ്ങുന്നു. നവംബർ 29 മുതൽ ഡിസംബർ 1 വരെ തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2ാമത് JKS ഇന്ത്യ കരാട്ടെ ചാമ്പ്യൻഷിപ്പിനോട് അനുബന്ധിച്ചാണ് ഷിഹാൻ കഗാവയുടെ സന്ദർശനമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഷുസെക്കി ഷിഹാൻ മസാവോ കഗാവ മുഖ്യാതിഥിയാകും. ഈ അഭിമാനകരമായ ഇവന്റ് രാജ്യത്തുടനീളം മികച്ച കരാട്ടെ പരിശീലകരെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഇതിഹാസ താരം ഷിഹാൻ കഗാവയിൽ നിന്ന് പഠിക്കാനും ഒരു വേദിയൊരുക്കുന്നു. ഷുസെക്കി ഷിഹാൻ മസാവ കഗാവയെ കേരളത്തിൽ ആതിഥേയമാക്കുന്നതിലും ചാമ്പ്യൻഷിപ്പിന് അദ്ദേഹത്തെ ആദരിക്കുന്നതിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം പങ്കാളികളെ കായിക രംഗത്തെ മികവിനായി പരിശ്രമിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും സുദീപ് T. സിറിയക് പറഞ്ഞു. 2ാം JKS ഷോട്ടോജുക്കു ഇന്ത്യ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കരാട്ടെ പ്രേമികളുടെയും അനുഭാവികളുടെയും വലിയൊരു പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വാർത്താ സമ്മേളനത്തിൽ സ്റ്റിഫ് റോയ്
തോമസ് വിധേയത്തിൽ, സുദീപ് ടി സിറിയക്, ഇ പി സന്തോഷ്, കെ എസ് ദിലീപ് കുമാർ എന്നിവർ പറഞ്ഞു. അന്യസംസ്ഥാനക്കാർ പിടിമുറുക്കി നടത്തറ സെന്റർ. പരാതി പറഞ്ഞിട്ടും പോലീസിന്റെ നടപടിയില്ലെന്ന് വഴിയാത്രക്കാർ. ഏറെ വാഹന തിരക്കുള്ള ദേശീയപാത നടത്തറ സെന്ററിലാണ് അന്യസംസ്ഥാനക്കാർ കൂട്ടമായി തമ്പടിച്ചിരിക്കുന്നത്. സംഘത്തിലെ സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളെ കാട്ടി വാഹനയാത്രക്കാരിൽ നിന്നും ഭിക്ഷാടനം നടത്തുന്നു. കൂട്ടത്തിലെ പുരുഷന്മാർ വാഹനങ്ങളുടെ ഗ്ലാസുകൾ വൃത്തിയാക്കി പണം ചോദിക്കും. എന്നാൽ പണം ലഭിക്കാതെ വന്നാൽ വാഹനത്തിന് മുന്നിൽ നിന്ന് മാർഗ തടസ്സം സൃഷ്ടിക്കും. ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെക്കാറുണ്ട്. കൂടാതെ ദേശീയപാതയിലൂടെ വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ ഇത്തരം ആളുകൾ റോഡ് കുറുകെ കിടക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിവെക്കാറുണ്ട്. പലതവണ ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും യാത്രക്കാർ പറയുന്നു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പദവി ഉൾപ്പെടെ ഒഴിഞ്ഞ് കെ സച്ചിദാനന്ദൻ. എഡിറ്റിംഗ് ജോലികൾ എല്ലാ ഫൗണ്ടേഷന്റെയും ഭാരവാഹി സ്ഥാനം ഒഴിഞ്ഞതായും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒഴിയുന്നതായി അറിയിച്ചിട്ടില്ലെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പറഞ്ഞു. എനിക്ക് ഭൂമിയിലെ സമയം വളരെ കുറവാണ്. ഇതിനകം തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. സംഘടനകളുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിക്കുകയാണ്. അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ, ആറ്റൂർ രവിവർമ്മ ഫൗണ്ടേഷൻ, സാഹിത്യ അക്കാദമി, ദേശീയ മാനവിക വേദി തുടങ്ങിയ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുന്നുവെന്നും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ എനിക്ക് നൽകിയ എല്ലാ എഡിറ്റിംഗ് ജോലികളിൽ നിന്നും പിൻവാങ്ങുന്നുവെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പൊതുയോഗങ്ങളും പ്രസംഗങ്ങളും പതുക്കെ അവസാനിപ്പിക്കുന്നതായി കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ ഈയിടെ വ്യക്തമാക്കിയിരുന്നു. 7 വർഷം മുൻപ് ഒരു താൽക്കാലിക മറവി രോഗത്തിന് വിധേയനായിരുന്നുവെന്നും അന്നു മുതൽ മരുന്ന് കഴിക്കുകയാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. കൊടിമരം തകർത്തതിന്റെ പേരിൽ തൃശൂർ ലോ കോളേജിൽ KSU SFI പ്രവർത്തകർ ഏറ്റുമുട്ടി. 6 KSU പ്രവർത്തകർക്കും 4 SFI പ്രവർത്തകർക്കും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു.
കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ യാത്രയപ്പിനിടെയായിരുന്നു സംഘടനം. KSUവിനെ കൊടിമരം SFI പ്രവർത്തകർ തകർത്തു എന്നാരോപിച്ചുണ്ടായ തർക്കം സംഘടനത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. KSU യൂണിയൻ ചെയർമാൻ വരുൺ ഗാരി, യൂണിറ്റ് പ്രസിഡന്റ് ഭദ്രൻ, വൈസ് പ്രസിഡന്റ് ദീപക്, യൂണിറ്റ് അംഗം കിരൺ ദാസ്, ജില്ലാ സെക്രട്ടറി അസ്ലം, SFI പ്രവർത്തകരായ എബിൻ, ഭവ്യത്, സഹീർ, അൻസാബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായുള്ള കോടതി വിധികളും ദേവസ്വം ബോർഡ് തീരുമാനങ്ങളും പുനഃപരിശോധിക്കണമെന്ന് NSS ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായി സമീപകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് തീരുമാനങ്ങളും കോടതി വിധികളും പുനഃപരിശോധിക്കണമെന്ന് ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി ആവശ്യപ്പെട്ടു. ലോകപ്രശസ്തമായ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ഉത്സവങ്ങളിൽ ഏറ്റവും ആകർഷണീയമായ ആന എഴുന്നള്ളിപ്പും കരിമരുന്ന് പ്രയോഗത്തിനും എതിരായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോടതി വിധികളും സർക്കാർ തീരുമാനങ്ങളും പുനഃപരിശോധിക്കണമെന്ന് ഗ്ലോബൽ NSS ആവശ്യപ്പെടുന്നു. ഗ്ലോബൽ NSSന്റെ തൃശൂർ മേഖലാ സമ്മേളനം ഡിസംബർ 1 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃശൂർ MG റോഡിലുള്ള മോത്തി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. GNSS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സമ്മേളനം അഡ്വക്കേറ്റ് സോമകുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ GNSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് IP രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി മധു K നായർ, സംസ്ഥാന സെക്രട്ടറി രാമനാഥൻ നെട്ടിശ്ശേരി, കൺവീനർമാരായ SK നായർ, ശശി മേനോൻ എന്നിവർ പങ്കെടുത്തു. റോമിലേക്ക് പോകുന്ന ഫാദർ ഡേവിസ് ചിറമലിന് യാത്രയപ്പ് നൽകി. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നവംബർ 30-ന് വത്തിക്കാൻ സിറ്റിയിൽ മാർപ്പാപ്പയടക്കമുള്ള ലോക നേതാക്കൾക്കൊപ്പം സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റോമിലേക്ക് പോകുന്ന കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിനെ സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം ആദരിച്ചു. കുറുമാൽ കിഡ്നി ഫൗണ്ടേഷനിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിലാണ് പൊന്നാട നൽകി ആദരിച്ചത്. കിഡ്നി ഫൗണ്ടേഷൻ CEO PP യേശുദാസ്, ദിനപത്രം ചീഫ് എഡിറ്റർ ഷിഹാബ് അലി അമ്മോക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. നെട്ടിശ്ശേരി കുറ്റുമുക്ക് പാടത്ത് മാലിന്യം തള്ളുന്നതായി പരാതി. നെൽകൃഷി ചെയ്യുന്ന പാടത്താണ് പ്ലാസ്റ്റിക് കിറ്റുകളിലാക്കിയ മാലിന്യം നിക്ഷേപിക്കുന്നത്. അതിരാവിലെയും വൈകിട്ടും നടക്കാൻ വരുന്നവരാണ് മാലിന്യം പാടത്ത് നിക്ഷേപിക്കുന്നതെന്ന് നാട്ടുകാരും വ്യായാമത്തിനായി നടക്കാൻ എത്തുന്നവരല്ല പരിസരവാസികളാണ് എന്ന് നടക്കാൻ വരുന്നവരും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. വാഹനങ്ങളിൽ വരുന്നവരും മാലിന്യം വലിച്ചെറിയുന്നുണ്ടെന്ന് ചില ദൃക്സാക്ഷികളും പറയുന്നു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക്. മാടക്കത്തറ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായ ഷട്ടിൽ ടൂർണമെന്റ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ കല്ലട ടർഫിൽ നടന്നു. 16 സിംഗിൾസ് മത്സരങ്ങളടക്കം 21 മത്സരങ്ങൾ നടന്നു. പഞ്ചായത്ത് അംഗം സോഫി സോജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി മനു പുതിയമഠത്തിനെ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന ലോക്കൽ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. ഇന്ന് മാത്രം ഒരു പവന് 200 രൂപ കൂടി. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 7105 രൂപയായി ഉയർന്നു. ഇന്നലെ ഒറ്റയടിക്ക് 960 രൂപ കുറഞ്ഞ സ്വർണ്ണവിലയാണ് ഇന്ന് വർധനവുണ്ടായത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 56,840 രൂപയായി ഉയർന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 59,080 രൂപയായിരുന്നു സ്വർണ്ണവില.
14-ന് 55,480 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തി. US ഫെഡ് പലിശ കുറച്ചാൽ അത് US സർക്കാരിന്റെ കടപ്പത്രങ്ങളെ ബാധിക്കും. പലിശ കുറയുന്നതിന് ആനുപാതികമായി ബോണ്ടിൽ നിന്നുള്ള ആദായ നിരക്കും കുറയും. ഡോളറും ദുർബലമാകും. ഇത് ഫലത്തിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് പണം ഒഴുകാൻ വഴിവെക്കും. സ്വർണ്ണവിലയും വർദ്ധിക്കും. മാത്രമല്ല, നമ്മുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ നിരവധി കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടി കരുതൽ ശേഖരം ഉയർത്തുന്നതും വില വർധനയ്ക്ക് കാരണമാകും. പാണയങ്കാടൻ വാറുമകൻ ഔസേപ്പ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ മുല്ലക്കര ഭാഗത്ത് ഡിവൈഡറുകൾ അടച്ചുകെട്ടിയതിൽ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. തൃശൂർ ഒബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി നവംബർ 26-ന് ക്യാൻസർ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. സാധാരണക്കാരുടെ വിമോചന സ്വപ്നങ്ങളുടെ അക്ഷരരൂപമാണ് ഇന്ത്യയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ശിവഗിരി മഠത്തിന്റെ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ഡേവിസ് ചിറമലച്ചന് യാത്രയയപ്പ് നൽകി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.